ഗൈസ് എല്ലാവർക്കും ശുഭദിനം. ഞങ്ങളുടെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാണ്ടല്ലോ, നേരം വെളുത്തുകൊണ്ടിരിക്കണല്ലോ, രാവിലെ തന്നെ ഇറങ്ങിയത് കേട്ടോ. രാവിലെ തന്നെ പോയിട്ട് കുറേ ക്യാഷ് എടുത്തു. കാരണം ചിലപ്പോൾ പണിക്കാരുണ്ടാവും, പിന്നെ വീട്ടിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട, അതായത് വീട് പണി തുടങ്ങല്ലേ അതിൻ്റെ. ഞങ്ങൾ ഹിന്ദുസ് അല്ലേ, അപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ കുറച്ച് വിശ്വാസവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സോ അതിൻ്റെ ബേസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാണ്ട്. നമ്മുടെ വീട് ഇങ്ങനെ ഉണ്ടായിരുന്ന വീടാണ്, അത് നമ്മൾ മെല്ലെ മെല്ലെ പൊളിക്കാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ നമ്മളൊരു വീട് എടുത്തു, റെൻറ്റിന് വീട് എടുത്തു. വീടിന് 3500 വെച്ചിട്ടാണ് റെൻറ്റ് കൊടുക്കുന്ന ഒരു മാസം. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ പഴയ വീട്ടിലേക്ക് വന്നു, കാരണം പൊളിക്കാനുള്ള പരിപാടിയൊക്കെ കാണും. കൂട്ടുകാരനൊക്കെ വിളിച്ച് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവനാണ് കൂടുതലും സഹായിച്ചത്. പിന്നെ ഞങ്ങൾ വീട് പണി പൊളിച്ചതായി ഇതുവരെ ആക്കിയിട്ടാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു റിനോവേഷൻ അങ്ങനെയുള്ള രീതിയിലാണ് വേണ്ടത്. പക്ഷേ നല്ല പണി കൂടി വന്നു തുടങ്ങി. നമ്മൾ ഒരുപാട് പണികൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് അറിയണതും അറിയാത്തതായിട്ടുള്ള പല പണികളും ചെയ്തു കിട്ടാം. ഞാൻ അച്ഛനും അമ്മയും കൂടുതലാണ് ഇതിലുണ്ടായിരുന്നതും. പിന്നെ കൂട്ടുകാരന്മാരും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഓരോ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ച പ്ലാനിങ് പോലെ നടക്കുമൊന്നുമില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ ഐഡിയകളായിരിക്കും, ഓരോ പ്ലാനുകളായിരിക്കും. പക്ഷേ എന്തായാലും നമ്മുടെ ഒരു ഉദ്ദേശ പ്ലാൻ വീഡിയോ വയ്ക്കുക എന്നുള്ളതായതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യാനെന്നാണ് കേട്ടോ. അങ്ങനെ കുറേ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഇതാ കുറ്റിയടി എത്തിയിട്ട്, കുറ്റിയടി വലിയൊരു സംഭവം തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ കുറ്റിയടിക്കാൻ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഒരു ഭൂമി പൂജയും കൂടി വേണമായിരുന്നു, അതും കൂടിയും ചെയ്തു കേട്ടോ. അതും കൂടിയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് തറക്കല്ലിട്ടു. വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ തന്നെ ആദ്യം പണിയെടുത്തത് ഞാനും അച്ഛനും കേട്ടോ. പക്ഷേ ഒറ്റയ്ക്ക് പണി നടക്കില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്ത വീടിൻ്റെ ഉള്ളിലൊരു പൈപ്പ് കൂട്ടിയിട്ടാണ് 3 റൂമിൽ നിറച്ച് വെള്ളം കയറി എൻ്റെ ബാത്റൂമിലേക്കാണ് ഡയറക്റ്റ് ഈ വെള്ളമൊക്കെ ഒലിച്ച് വരുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ കളർ നോക്കണ്ട, വെള്ളത്തിൻ്റെ കളർ ഒരു ചുക്കയിൽ ആണ് കറക്റ്റായിട്ട് വന്ന് വീണത്. അത് കാരണം അതിൽ നിന്ന് കളർ പിടിച്ചിട്ട് വെള്ളം വരണം കേട്ടോ. നല്ല വെള്ളം തന്നെയാണ്, പക്ഷേ റൂമിൽ മൊത്തം വെള്ളമായി, കഴുക്കായി, പ്രശ്നമായി. വെള്ളമാണെങ്കിൽ വന്നിട്ട് കെട്ടി നിൽക്കുകയാണ്. 3 റൂമിൽ വെള്ളം കയറി, ക്ലോത്തൊക്കെ നനഞ്ഞ്. ഭാഗ്യം ഫാൻ ഇലക്ട്രിക്കൊന്നും നനയാഞ്ഞത്, അത്രയും ഭാഗ്യം. എന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഹലോ, അച്ഛൻ ഇവിടെ നിറച്ച് വെള്ളമാണ് വീട്ടില്. ഞാനത് അവരുടെ അടുത്ത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. പക്ഷെ വെള്ളം ഇങ്ങനെ ഫുള്ള് നിറഞ്ഞിട്ട് വന്നോണ്ടിരിക്കുക. അവരവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് തുറക്കാൻ പറഞ്ഞാൽ അപ്പം നമ്മുടെ അവിടെ നിന്ന് വെള്ളം പോയി. അങ്ങനെ നമ്മൾ ഹൗസ് ഓണറിനെ വിളിച്ച് പറഞ്ഞു കേട്ടോ, ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ആകെ സീനാണ് എന്നൊക്കെ. അപ്പോൾ ആൾ വന്നിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ ആൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അച്ഛനും അമ്മയും കൂടിയിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അച്ഛനായിരുന്നില്ല, കൂട്ടുകാരനായിരുന്നു കേട്ടോ. അവൻ എപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും. പാവം ചെക്കൻ, അവന് ഒരുപാട് പണി കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിൽ പോയതാണ്. അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടിനാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ അമ്പലത്തിൽ വരുന്ന ചാൻസ് ഉണ്ട് എന്ന് അവനും അറിയില്ല, അവൻ അമ്പലത്തിൽ വരും എന്നുള്ള കാര്യം എനിക്കും അറിയില്ല കേട്ടോ. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അമ്പലത്തിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലനട, അതായത് ഗോപുരല്ലേ, അത് പുതിയതായിട്ട് ഉണ്ടാക്കിയതാട്ടാ. ഇവിടെ ഒരു ആലുണ്ടായിരുന്നു പണ്ട്, പക്ഷെ അതൊക്കെ പോയിട്ടാ. ആലുണ്ടായിരുന്നു പണ്ട് ഉണ്ടായിരുന്നാണ് ഇഷ്ടമായിട്ട് തോന്നിയത്. അതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് ഞാൻ കയ്യിലൊരു ചിരടൊക്കെ കിട്ടിയിട്ടാ. കാരണം നാളെ മുതൽ ഞാനാ പണിയെടുക്കാൻ വരുന്നത്. എനിക്കാണെങ്കിൽ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അമ്പലത്തിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു കേട്ടോ. നല്ല വൈബ് തന്നെയായിരുന്നു. ഞാൻ എനിക്കും കൂടിയിട്ട് കുറേ നേരം ഇരുന്ന് കഥ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പുരോഗമനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പൂരാകുമ്പോൾ ഗംഭീര പരിപാടി ഉണ്ടോ വെച്ചാണത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാം കേട്ടോ. മച്ചാട് എന്നാണ് അമ്പലത്തിൻ്റെ പേര്, മച്ചാട് തിരുവാണിക്കാവുന്ന കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്കും കൂടിയിട്ട് ചെപ്പാറയ്ക്ക് പോയതാട്ടാ. എൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്, നെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അവൻ്റെ നിന്ന് ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് വലിക്കുന്നതാണ്. അപ്പോൾ ഇവരെന്നെ കുറേ കോൾ വിളിച്ചു. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. വിഷ്ണു, ക്രിസ്റ്റിയുടെ അമ്മ, പിന്നെ ഒരു ഉണ്ണിയുണ്ട് കേട്ടോ. ഇവരവിടെ വന്നാൽ നമുക്കറിയില്ല, പക്ഷെ നമ്മളവിടെ വന്നാൽ അവർക്കും അറിയില്ല. ജസ്റ്റ് അവർ വിളിച്ച് നോക്കിയതാണ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ഇൻസ്റ്റയിലായിട്ട് എന്നെ വിളിച്ചത്. ഇൻസ്റ്റയിൽ വിളിച്ചപ്പോൾ ഞാൻ ഓൺലൈനിലുള്ളതുകൊണ്ട് അതിൽ വിളിച്ചത്. അപ്പോൾ എന്നെ കണ്ടു. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് സിനിമ പേര് ആക്ഷൻ ഇട്ടിട്ട് കളിക്കണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഏതൊക്കെ സിനിമ പറയുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കുറച്ച് എടുത്ത് കഴിച്ച്. പിന്നെ ഞങ്ങൾ നൈറ്റ് ഒരു 11:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പണിയുള്ളതാണ്. രാവിലെ എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് നല്ല പനിക്കോളുണ്ട്. കാരണം പിറ്റേ ദിവസം നല്ല പണിയായിരുന്നു ഇവിടെ. അതായത് ഇവിടെ മണ്ണ് മാന്താണ്ട്, അതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. എനിക്ക് നല്ല പനിക്കോളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്ടത്തൊന്നും നമ്മൾ നിന്നിട്ടില്ലല്ലോ, അത് കാരണം. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് പൊക്കിളിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിലത്തോടെ വന്നിരുന്നേ പറ്റുള്ളൂ. അച്ഛനാണെങ്കിൽ വേറെ ജോലിക്ക് പോയേക്കാം. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്ന് പൊക്കിളിയും കൊണ്ട് മാന്തിച്ച് അവിടെ എല്ലാം ക്ലിയർ ആക്കിയിട്ടിടാം. കാരണം 2 ദിവസം നാളെയും കൂടി കഴിഞ്ഞാൽ നമുക്ക് തറക്കല്ല് ഇടണം, നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട്. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയാവുന്ന പോലെയൊക്കെ ചേട്ടാ ഇവിടെ അവിടെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാർക്ക് ചെയ്ത് എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കിളി പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ബോഡി ഇങ്ങനെ പോകുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പനി വരാനുള്ള കോളാണെന്ന്. പക്ഷേ നമുക്കിവിടുന്ന് മാറിക്കാനൊന്നും പറ്റില്ല. കാരണം അച്ഛല്ലേ അവിടെ, അമ്മ ആണെങ്കിൽ വീട്ടിലാണ്. അമ്മയ്ക്ക് ഇവിടെ നിന്നാലും ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. പിന്നെ അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു കേട്ടോ, വീട് പണിയാണ്, സ്വന്തം പണിയായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ പണിയണ ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ വയ്യായി വരുമെന്ന്. അതുകൊണ്ട് പിന്നെ നമ്മളത്
വെറീഡ് ആക്കണില്ല, എന്ത് വന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് മനസ്സിൽ. അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അവർ കൊത്തി പൊളിക്കാളൊക്കെ പൊളിച്ചു. പിന്നെ ഞാൻ എനിക്കും കൂടിയിട്ട് വീണ്ടും ഒന്ന് ചെപ്പാറ പോയിട്ട് ഒരു 4 മണി 3 മണി ടൈമിലാണ് വരുന്നത്. ഫുഡ് കഴിച്ചിട്ടില്ല, അതിന് പകരം ഞങ്ങൾ ചായ മേടിച്ച് കുടിച്ചു കേട്ടോ. ചായ 2 പരിപാടിയും കുടിച്ച് മുകളിൽ കയറി നിന്ന് കാറ്റും കൊണ്ടവിടെ ഇരുന്നു കേട്ടോ. ഇനി നാളെ മുതൽ നല്ല പണിയാണ്, താടിയൊക്കെ വളർന്ന് മുടിയൊക്കെ വളർന്ന് നന്നായിട്ടിരിക്കുന്നു. എനിക്ക് ഇനി പനി ഇതിൻ്റെ ആണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ മുകളിൽ പോയി കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ സമാധാനമായി, ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇനി നാളെ വേറെ ടഫ് പണികളുണ്ട്, കല്ലൊക്കെ ഞാൻ എങ്ങനെ എടുത്ത് പൊന്തിക്കുന്നു ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അച്ഛൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടാ. അപ്പോൾ അച്ഛനെ കൊണ്ട് വന്നു. അച്ഛൻ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ചീച്ചിമാരൊക്കെ വന്നിട്ട് അവിടുത്തെ അച്ഛമ്മമാരാണ്, അവരൊക്കെ വന്ന് സംസാരിച്ചു വിടാം. രാവിലെ വീണ്ടും എണീറ്റ് ഞാൻ താടിയൊക്കെ ഒന്ന് കളഞ്ഞു. ഇനി ഇതിൻ്റെ ആണോ വയ്യായെന്ന് അറിയാത്തതുകൊണ്ട് കയ്യിൽ ചിരട്ടുണ്ട്, അതിൻ്റെ ഒരു ആത്മവിശ്വാസം എപ്പോഴും ഉണ്ട്. ഞാൻ നല്ല മാതിരി തടി പറഞ്ഞു വിടാം. എനിക്ക് 2 വിരൽ വെച്ചിട്ട്, അതായത് കൈ വെച്ചിട്ട് എൻ്റെ വയറിളക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. എന്നാലും കുഴപ്പമില്ല, ആ പണിയെടുക്കാമെന്ന് പറഞ്ഞു. രാവിലെ നല്ല ഫുഡ് കഴിക്കണം, കാരണം ഒരുപാട് പണിയുണ്ട്. കരിങ്കല്ലാണ് നേറ്റാൻ പോണ്, അത് മാത്രം എനിക്ക് നന്നായിട്ട് അറിയാം. സോ പുട്ടും ചായയും കട്ടൻ ചായയും കുടിച്ചു വിട്ടാൽ. പിന്നെ എൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാണ്ട് രാവിലെ അതൊക്കെ എഴുതി വെച്ചു വിട്ടാൽ, കാരണം പൈസ ഇപ്പം എൻ്റെ കയ്യിലാണുള്ളത്, ഞാനാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ വീട്ടിൽ വന്നു, അമ്മ വന്നു, അച്ഛൻ വന്നു. അമ്മേനെ കൊണ്ട് അധികം പണിയെടുപ്പിക്കാനൊന്നും പറ്റില്ല, പക്ഷേ കല്ലിടാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി വന്നാട്ടാ. ഞാൻ അമ്മേനെ ഒരിക്കലും വയ്യാണ്ടാക്കാൻ നോക്കുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉണ്ടെങ്കിലാണ് നല്ല ഫുഡ് കിട്ടുള്ളൂ, നല്ല ഫുഡ് കിട്ടിയാലാണ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മ എന്ത് പണിയെടുക്കാൻ പറഞ്ഞാലും അമ്മയുടെ അടുത്ത് പണിയെടുക്കേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് നല്ല ഫുഡില്ലാണ്ട് ഇത് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയും സേഫായിട്ടിരുന്നോ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. പിന്നെ അമ്മ തിരിയൊക്കെ കൊളുത്തി കഴിഞ്ഞപ്പോൾ മനസ്സമാധാനമായിട്ട് കത്തിയിട്ടാ. ഇതൊക്കെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വീട്ടിൽ നിന്ന് തന്നെ വരും. അതുകൊണ്ട് ഇത് ഒക്കെ പ്രോപ്പറായിട്ട് നടന്നു കേട്ടോ. അതിന് തന്നെ വലിയ എനിക്കൊരു സന്തോഷമായി. പിന്നെ ഞങ്ങൾ അതൊക്കെ കത്തിച്ച് അച്ഛൻ്റെ പരിപാടിക്ക് കിടക്കാൻ തുടങ്ങിയിട്ടാണ്. ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ. അന്ന ദിവസം ഞങ്ങൾ പറഞ്ഞു ഇന്ന് നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കി നോക്കാം, എന്നിട്ട് നമുക്ക് വേറെ ആളെ വിളിക്കാൻ വിചാരിച്ചു. കാരണം ഒരുപാട് കാശ് ചിലവാക്കാനൊന്നുമില്ല, അച്ഛനറിയണ പണിയാണ്. കരിങ്കല്ല് നിയർ ബൈ അച്ഛനെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പണിയല്ല, ഓരോ പണിക്കും ഓരോ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അച്ഛന് പറ്റില്ല, കാരണം അച്ഛനറിയില്ല. അച്ഛൻ അതുപോലെ എടുക്കണ പണി എനിക്കും അറിയില്ല കേട്ടോ. അതെന്താ ഞാൻ അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് പണിശീലം എനിക്കില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ പ്രാർത്ഥിച്ച് കല്ലൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഇപ്പോഴൊക്കെ ചെറിയ കല്ല് വെച്ചിട്ട് കയറി വരുന്നുള്ളൂ. കുറച്ചും കൂടി ഹൈറ്റ് ആകുമ്പോഴേ ഇതിനൊരു കണ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ആ കണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 മൂലയും കൂടിയിട്ട്, അതായത് 2 മൂലയും കൂടിയിട്ട് മുട്ടണ സെൻറ്റർ വരും കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ ഉടച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ട് പരിപാടി തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് കുന്നാരം വലിയ കല്ലോളാം. ഇതൊക്കെ എങ്ങനെ എടുത്തേക്കൊന്നും എനിക്കറിയാൻ വയ്യ, പക്ഷേ ഞാൻ ഏറ്റെടുത്തു വിടാം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഞാൻ പിന്നെ റെഡിയായി എൻ്റെ പണികൾ നോക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു വിട്ടാ. അച്ഛൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആ കല്ലൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ കല്ലുകളാണ് എടുത്തേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള കല്ല് കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണാട്ടാ. ഈ 2 മൂലയിൽ ആ കമ്പി, അതായത് ആ വള്ളിയിൽ, ആ വള്ളി കണക്റ്റ് ആവുന്ന ഒരു സ്ഥലമുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നല്ല ഞങ്ങൾ നേരം കളഞ്ഞിട്ടാ. ഒരു 9 മണിക്കൊക്കെ സ്റ്റാർട്ടാണ് വർക്ക്, 12 മണി വരെ നമ്മൾ കളിച്ച് നിന്നിട്ട് കേട്ടോ. അതായത് പറ്റണില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോനെ നല്ല വെയിലാണ്, തല വെട്ടിപ്പൊളി, ഞാൻ പറ്റണ പോലെയൊക്കെ മുഖം കവർ ചെയ്ത് കിട്ടുക. പിന്നെ നമ്മൾക്ക് ഈ വർക്ക് ഏറ്റെടുത്തൊന്നും കളയാൻ പറ്റില്ല, കാരണം ഞാൻ ഏറ്റതാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറ്റണ പോലെയൊക്കെ സഹായിക്കാമെന്ന് വിചാരിച്ചു കൂട്ടാ. ഇനി വെയിലാണെങ്കിൽ എന്താണെങ്കിലും നമ്മളിത് ചെയ്ത് തീർത്ത്. ഈ വെയിലത്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ആലോചിച്ചു കൂട്ടാ. പണ്ട് ഞാൻ AC-ലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബജാജിൽ. അതാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ബോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോയിട്ടുണ്ട്, ബോസ് AC ഇത്രയുണ്ട്, എനിക്ക് പറ്റണില്ല, അവിടെയാണെങ്കിൽ ഓഫ് ചെയ്യാനും പറ്റില്ല, ഒരുപാട് ആൾക്കാരിലായാലേ. അപ്പോൾ ബോസ് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചോദിച്ച് ലീവ് എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അതിന് സെപ്പറേറ്റ് റൂമൊക്കെ എടുത്തിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെയിലത്തിരിക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു, ഈശ്വര അത്ര AC ഉണ്ടായിരുന്നു അടുത്ത് നമ്മൾ ഞാൻ ഇറങ്ങി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛന് വർക്ക് അറിയാം കേട്ടോ. അപ്പോൾ കാണും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇതിൻ്റെ ഇടയിൽ രാജേട്ടനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടോ. രാജേട്ടനാണെങ്കിൽ ഓടി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ. ഒരു പക്ഷേ തറപ്പണി ഞങ്ങൾ ആൾക്ക് തന്നെ കൊടുത്തേനെ കേട്ടോ, രാജേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. അച്ഛന് പണി അറിയാം, പക്ഷേ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ആൾ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിൽ. പിന്നെ എൻ്റെ കിളിയൊക്കെ പറയാൻ തുടങ്ങിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെയിലത്ത് നിന്ന് തണലത്തൊക്കെ വന്നിരിക്കും, ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നത്, തറക്കല്ലിടണതും കല്ല് വാരണതും കൽപ്പണിയൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് നല്ല മാതിരി കിടന്നു തുടങ്ങി. നാളെ ഒരു ഹിന്ദിക്കാരൻ ചേട്ടനും കൂടി വരും ഇവിടെ പണിക്ക്. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല വെച്ചാൽ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയിട്ട് നാളെ ബാക്കി വീഡിയോ കേട്ടോ. ടാറ്റാ ബൈ.